എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള സംഭവമാണ് ഈ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ വിശ്വാസവഞ്ചന. അപ്പൊ നമ്മുടെ മനസ്സിനെ ഏറ്റവും കീറിമുറിപ്പിച്ചിട്ടുള്ള ഈ ഒരു അവസ്ഥയെ നമ്മൾ വളരെ വൈകാരികമായി എടുക്കുകയും നമ്മുടെ വിധിയൊന്നും ഓർത്ത് സമാധാനിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒറ്റപ്പെടലില് നമ്മുടെ ജീവിത വിജയത്തിന്റെ ചവിട്ടുപടികളാക്കാൻ കഴിയും. അതിനകത്ത് കുറച്ച് ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശക്തരാക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്റെ പേര് ദീപ്തി എസ്. ഞാൻ ഹിപ്നോട്ടിക് കൗൺസിലർ, വെൽനസ് കോച്ച്, സക്സസ് കോച്ച് ആൻഡ് ലൈഫ് കോച്ച് എന്നീ മേഖലയിൽ പ്രവർത്തിച്ചു വരും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യമായിട്ട് എന്താണ് ഈ ഒറ്റപ്പെടൽ? അത് നമുക്ക് ചുറ്റും ആരുമില്ലാത്ത അവസ്ഥയാണോ? അല്ല, നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ കേൾക്കാനും ആരുമില്ലാതെ വരുന്നൊരു അവസ്ഥയാണത്. ഈ ഒരു അവസ്ഥയില് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് 1000 ക്വസ്റ്റ്യൻസ് വരാം. എന്താണ് അന്നല്ല അവരെന്നോട് എന്താണ് ഇങ്ങനെ പെരുമാറിയത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ നിന്നിട്ടും എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ പറ്റിയത്? അങ്ങനെ കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ എല്ലാത്തിനും നല്ലൊരു ആൻസർ കിട്ടണമെന്നൊന്നുമില്ല. ഓർക്കുക, ഈ ഒറ്റപ്പെടൽ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, നമ്മളെ ശക്തരാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതിൽ നിന്നാണ് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയും അതിൽ നമ്മൾ കുറെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുകയും ചെയ്യുന്ന ഒരു വലിയൊരു അവസ്ഥയാണ്, ഒരു അനുഗ്രഹം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന അവസ്ഥയാണ് ഈ ഒരു ഒറ്റപ്പെടൽ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങള് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. എന്നാൽ പലരും ഈ ഒറ്റപ്പെടൽ വളരെ ശിക്ഷയായിട്ടാണ് കാണുന്നത്. പക്ഷെ ഒന്ന് ശ്രദ്ധയോടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒറ്റപ്പെടലിനെ ഒരു ഗുരുവാക്കി മാറ്റാൻ പറ്റും. പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഗുരു. നമ്മൾ ഈ ഒറ്റപ്പെടുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് സ്വയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് എനിക്ക് യഥാർത്ഥത്തിൽ എന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എന്താണ് എന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു ഘട്ടമാണ് ഈ ഒരു ഒറ്റപ്പെടൽ. അപ്പൊ അതിനെ നമുക്ക് നമ്മളിലേക്ക് ഒതുങ്ങാൻ, നമ്മളിലേക്ക് നോക്കാൻ, നമ്മുടെ കഴിവുകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മളെ കൂടുതൽ സ്നേഹിക്കാനും കഴിയുന്ന ഒരു അനുഗ്രഹ സമയമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനഃശക്തി ലഭിക്കുന്നു, മനക്കരുത്ത് എന്നൊക്കെ പറയാറില്ലേ. അതായത് നമുക്ക് എല്ലാവരുടെയും കൂടെ നമ്മളുള്ളപ്പോൾ നമുക്ക് ശക്തരായിരിക്കാന്ന് വെച്ചാൽ അതത്ര വലിയ കാര്യമല്ല അല്ലേ, എല്ലാവരും കൂടെ ഉണ്ടല്ലോ എല്ലാത്തിനും. പക്ഷേ നമുക്ക് ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് എന്ത് പ്രതിസന്ധികൾ വന്നാലും അത് നമ്മൾ തരണം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒറ്റപ്പെട്ട് ശക്തരായ വ്യക്തികളെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾക്ക് വന്നാലും അതിനെ തകർക്കാൻ കഴിയില്ല. കേട്ടിട്ടില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നുള്ളത്? അതെ, നമുക്ക് ഈ ഒറ്റപ്പെടലിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി, നമുക്ക് ഇമോഷണലി സ്ട്രോങ് ആകാൻ പറ്റും. നിസ്സാര കാര്യങ്ങൾക്ക് വിഷമിക്കുക അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനൊന്നും പോകാതെ നമുക്ക് ഇമോഷണലി സ്ട്രോങ് ആകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ഒറ്റപ്പെടൽ. ക്രിയേറ്റീവ് തിങ്കിങ് വർദ്ധിക്കും. ഒറ്റപ്പെടലിലാണ് പല വ്യക്തികളും പല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ളത്. നമ്മുടെ സയന്റിസ്റ്റുമാരും മറ്റാൾക്കാരൊക്കെ, നമുക്ക് പ്രശസ്തരായ പല ആൾക്കാരും റൈറ്റേഴ്സും ഒക്കെ അവരുടെ ആ രചനകളെല്ലാം ഈ ഒറ്റപ്പെടലിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. നമ്മൾ ഇതേപോലെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചെടുക്കാനും കഴിയും. അങ്ങനെ നമ്മൾ പുതിയ ക്രിയാത്മകമായ രീതിയിൽ, പ്രൊഡക്റ്റീവായ രീതിയിൽ നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ ഒറ്റപ്പെടലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണം. അതുപോലെ മറ്റൊരു കാര്യമാണ് നമുക്ക് പുതിയ സ്കില്ലുകൾ പഠിക്കാൻ കഴിയും. ഇല്ലേ, നമ്മളെന്തായാലും ഇങ്ങനെ ഇരിക്കുമല്ലേ, അപ്പൊ നമ്മൾ വിചാരിക്കും ഈ എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിച്ചാൽ എന്ത്. അപ്പൊ നമ്മൾ പുതിയ എന്തെങ്കിലും സ്കില്ല് പഠിച്ച് നമ്മുടെ ആ ഒരു കഴിവ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ കഴിവിലേക്ക് നമുക്കൊരു ലക്ഷ്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു സമയത്ത് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു സാഹചര്യം. അപ്പൊ ആ ഒരു ലക്ഷ്യങ്ങളിലേക്ക് പോവാൻ പുതിയ കഴിവുകൾ നമുക്ക് പഠിക്കാൻ ഒരു നല്ലൊരു സാഹചര്യമാണ്, നല്ലൊരു സമയമാണ് നമ്മൾ ഈ ഒരു ഒറ്റപ്പെടൽ നമുക്ക് ലഭിക്കുന്നത്. മറ്റൊന്നാണ് നമ്മുടെ ബന്ധങ്ങളുടെ യഥാർത്ഥ വില നമുക്കറിയാൻ കഴിയുന്നു. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമ്മളുടെ യഥാർത്ഥ ബന്ധുക്കളല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ആരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ആരാണ് നമുക്ക് ഒപ്പം എപ്പോഴും ഉള്ളത്, അതുപോലെ തന്നെ ആരൊക്കെയാണ് ആവശ്യത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്നത്, ആവശ്യം കഴിഞ്ഞാൽ മാറ്റി നിർത്തുന്ന ആരൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ശാന്തമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഈ ഒറ്റപ്പെടൽ നമുക്ക് സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യമാണ് സെൽഫ് ലവ് വർദ്ധിക്കുന്നു എന്നുള്ളത്.
സെൽഫ് ലവ് എന്നുള്ളത് എല്ലാവർക്കും അറിയാല്ലേ. സെൽഫ് ലവിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പം ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ കാത്തു നിൽക്കുന്നില്ല. അവരെ കാത്തു നിൽക്കാതെ നമ്മളിപ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്നു. കാരണം നമുക്ക് എന്താണ്, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, അത് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, അതൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കാൻ ഒരു വലിയൊരു അവസരം കൂടിയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഒറ്റപ്പെടൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റപ്പെടൽ നമ്മൾ ദുർബലനാക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല. നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ കഴിവിനെ തിരിച്ചറിയാൻ കിട്ടിയ ഒരു വലിയൊരു സമയമായിട്ട്, ആ ഒരു അവസ്ഥയായിട്ട്, ആ ഒരു ഘട്ടമായിട്ട് മാത്രം നമ്മൾ ഈ ഒറ്റപ്പെടലിനെ കണ്ടാൽ മതി. ഓർക്കാം, ഒറ്റപ്പെടൽ, ഈ നിശബ്ദതയിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ആരെയും കാത്തിരിക്കാതെ നമുക്ക് നമ്മുടെ കഴിവുകൾ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയ വ്യക്തിയാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അത് എല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.